ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. അതുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിളൊക്കെ ചേർക്കണം. ആദ്യമായിട്ട് ചേർക്കുന്നത് 2 സവാള, മീഡിയം സൈസ് സവാളയാണ്. അത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 ചെറിയ സൈസ് ക്യാരറ്റ് ഇതുപോലെ കൊത്തിയരിഞ്ഞത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കാം, അല്ലെങ്കിൽ വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ, ഇതേ ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ പിന്നെ 2 പൊട്ടാറ്റയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ട് ഞാനിത് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കും. എന്നിട്ട് വേവുന്നതിന് ആവശ്യമായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ അതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 150 ഗ്രാം ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം കുക്കറിൽ വെച്ച് ഒരു 7-8 വിസിൽ കേൾക്കൊന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഊറ്റിയെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ പച്ചമണമൊന്ന് മാറാൻ വേണ്ടി നമുക്ക് അടച്ച് വെച്ച് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിരിക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ തുറന്നു നമ്മുടെ കൂട്ടുപിട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ആ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അത് 3 മുട്ടയാണ് കേട്ടോ. 3 മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം മഞ്ഞക്കരുവോട് കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കട്ട്ലറ്റ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതും കൂടി നമ്മൾക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേക ഒരു രുചിയാണ് ഇത് ചേർക്കുമ്പോൾ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയേ. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കുന്നതിന് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ബോൾസ് എടുത്തിട്ട് നമ്മുടെ മറു കൈയിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് പതിച്ചെടുക്കണം. അത് ഞാനിപ്പോൾ ഓവർ ഷേപ്പിലാണ് ഒന്ന് തട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് റൗണ്ടിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ ഓവർ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ അതാ നമ്മുടെ ഓവൽ ഷേപ്പിലുള്ള കട്ട്ലേറ്റിൻ്റെ കൂട്ട് ഞാൻ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3-4 ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ ബ്രെഡ് ക്രംസ് കൂടി നമുക്ക് വേണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കട്ട്ലറ്റിൻ്റെ നമുക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ കോട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതും പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാവേ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് മുട്ടയിൽ ആദ്യം ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി ഇട്ട് ഒന്ന് കോട്ട് ചെയ്ത് എല്ലാം തയ്യാറാക്കി എടുക്കാവേ. അപ്പോൾ ഞാൻ മൊത്തം കട്ട്ലറ്റും ഇതുപോലെ ഒന്ന് മുട്ടയിലും ഡിപ്പ് ചെയ്തിട്ട് അത് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐറ്റം ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 എണ്ണം വെച്ചാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ബ്രെഡ് ആവുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മറിച്ചും തിരിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യത്തേത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തേത് മൊത്തവും ഒരു പുറം നന്നായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണ്ണാപ്പയിൽ കൂടി ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ചലിച്ച് വെക്കാം കേട്ടോ, അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വാർന്ന് പോകാനാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് മൊത്തവും ചെറിയ തീയിലിട്ട് ഞാൻ നന്നായിട്ട് മറിച്ച് തിരിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ മുട്ടയും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. അപ്പോൾ നമ്മുടെ ഇഫ്താർ സമയത്ത് നോമ്പുതുറയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഞാനിതൊന്ന് പിളർന്ന് കാണിച്ചു തരാം. അപ്പോൾ നോക്കിയേ, അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. അടുത്ത നല്ലൊരു ഇഫ്താർ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.